100 സീറ്റോടുകൂടി കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നാണ് അദ്ദേഹം ഇന്നലെ പ്രഖ്യാപിച്ചത്. പക്ഷെ അത് വരുമെങ്കിൽ അന്ന് കാക്ക മലന്ന് പറഞ്ഞാലേ. ഞാൻ എന്നിട്ട് വെല്ലുവിളിക്കുകയാണ്, ആ 100 2 കുറച്ചോ 98 കിട്ടുമെങ്കിൽ വി.ഡി. സതീശൻ ഇന്ന് അദ്ദേഹത്തിന്റെ പദവി രാജിവെച്ച് രാഷ്ട്രീയ വനവാസത്തിൽ പോകാവോ? ഞാനാണെങ്കിൽ SNDP ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണ്. ഈ വെല്ലുവിളി സ്വീകരിക്കാൻ സതീശ് തയ്യാറാണോ? വെള്ളാപ്പള്ളി നടേശ ദൈവമേ, ഇങ്ങനെ ഒരു പാട്ടുള്ള അറിയോ? ആ പാട്ടാണ് എനിക്കിപ്പോൾ ഓർമ്മ വന്നത്. കാക്ക മലർന്ന് എന്തായാലും പറഞ്ഞിട്ടില്ല, പക്ഷെ 102 സീറ്റ് നേടി. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വാക്ക് പാലിച്ചില്ല. അതിനൊക്കെ നമ്മൾ എന്താ പറയുക, ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണോ എങ്കിൽ പറഞ്ഞ വാക്ക് പാലിക്കുമെന്നൊക്കെ നമ്മൾ സാധാരണ പറയും. ഇതെങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ. പുള്ളി വാക്ക് പാലിച്ചു വരുന്ന അറിയത്തില്ല. പക്ഷെ പിന്നീട് എന്തായിരിക്കാം പറഞ്ഞത് നോക്കാം. അങ്ങനെ പലരും പലതും പറഞ്ഞാണ്. അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഇതൊക്കെ നീക്ക് വല്ലതും പുതിയ വല്ലതും കിട്ടണമായിരിക്കുക. ഞാൻ അങ്ങനെ മണ്ടനാണ്. പറഞ്ഞത് ശരി തന്നെയാണ്. സംഭവം 98 സീറ്റ് നേടുമെങ്കിലല്ലേ രാജിവെക്കുന്നു പറഞ്ഞോളൂ. ഇപ്പൊ 98 സീറ്റല്ല, 102 സീറ്റ് നേടി. ഞാൻ 102 സീറ്റ് നേടുമ്പോൾ രാജിവെക്കാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. 98 100 പറഞ്ഞിട്ടുള്ളൂ. 2 സീറ്റ് കൂടെ നേടി. അതുകൊണ്ട് ഞാൻ രാജിവെക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞ വാക്ക് പാലിക്കാത്തവന്മാർ നിന്നേക്ക് എന്തേ പറയേണ്ടത്? വെള്ളാപ്പള്ളി നടേശ ദൈവമേ, എന്നെ വാറ്റാൻ പഠിപ്പിച്ച ദൈവമേ.